മിശിഹായിൽ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, പ്രിയമക്കളെ, ഈ പ്രഭാതത്തിൽ പൗലോസ് ഗലാത്യക്കാർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായം 7-ാമത്തെ വാക്യം, ലെറ്റർ ടു ഗലേഷ്യൻസ് ചാപ്റ്റർ 6 വേഴ്സ് 7, നിങ്ങൾക്ക് വ്യാമോഹം വേണ്ട, ദൈവത്തെ കബളിപ്പിക്കാനാവില്ല. മനുഷ്യൻ വിതയ്ക്കുന്നത് തന്നെ കൊയ്യും. സകലതും പ്രകൃതി നിയമങ്ങൾക്ക് വിധേയമായി പ്രവർത്തിക്കുന്നു. ഗോതമ്പ് വിതച്ചാൽ ഗോതമ്പ് ചെടിയും മണികളും ഉണ്ടാകുന്ന പോലെയാണ് നമ്മുടെ പ്രവൃത്തിയുടെ ഫലങ്ങളും. നന്മ പ്രവർത്തിച്ചാൽ നന്മ പ്രതിഫലം ലഭിക്കും, തിന്മയ്ക്കും അതിന് തക്ക പ്രതിഫലം ഉണ്ടാകും. നമ്മുടെ അനുഭവങ്ങളെ ഏറിയ പങ്കും നിയന്ത്രിക്കുന്ന നമ്മുടെ പ്രവർത്തനമാണ്. വാർദ്ധക്യത്തിലെത്തുന്ന മാതാപിതാക്കൾ കിടപ്പിലായാൽ അവരെ ഒരു പാറയുടെ മുകളിൽ നിന്ന് അഗാധ ഗർത്തത്തിലേക്ക് എറിയുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. ഒരു മകൻ ഇതനുസരിച്ച് അപ്പനെയും ചുമന്നുകൊണ്ട് പോകുമ്പോൾ അപ്പൻ മകനോട് പണ്ട് അയാൾ തന്റെ അപ്പനെയും ചുമന്നുകൊണ്ട് പോയത് താൻ ചെയ്തതുപോലെ തനിക്കും സംഭവിക്കും എന്ന് അന്ന് മനസ്സിലാക്കാതെ ആയിരുന്നു എന്ന് പറഞ്ഞു. ഇത് കേട്ട് തനിക്കും ഭാവിയിൽ ഇതാണല്ലോ അനുഭവമെന്ന് മനസ്സിലാക്കിയ മകൻ അപ്പനെയും കൊണ്ട് വീട്ടിലേക്ക് മടങ്ങുകയാണ് ഉണ്ടായത്. നാം ചെയ്യുന്ന ഏത് പ്രവൃത്തിക്കും കണക്ക് ബോധിപ്പിക്കേണ്ടി വരും. മാതാപിതാക്കളെ സ്നേഹിക്കാതെയും കരുതാതെയും ഇരിക്കുന്ന മക്കൾക്ക് കാലങ്ങൾ കഴിയുമ്പോൾ അവരുടെ മക്കളിൽ നിന്ന് അതുപോലെയുള്ള പെരുമാറ്റം അനുഭവിക്കാനിടയാകും. വഞ്ചന പ്രവർത്തിക്കുന്നവർ വഞ്ചിക്കപ്പെടും. നാം അളക്കുന്ന അളവിനാൽ നമുക്കും അളന്നു കിട്ടും. നാം വിതയ്ക്കുന്നത് തന്നെ നാം കൊയ്യും. നമ്മുടെ ഓരോ വാക്കിലും പ്രവൃത്തിയിലും ഭാവിയിൽ നാം അനുഭവിക്കേണ്ട ഫലങ്ങൾ ഉൾക്കൊണ്ടിട്ടുണ്ട്. ഇന്നത്തെ പ്രവൃത്തി നാളത്തെ നമ്മുടെ ജീവിതത്തിന് രൂപം നൽകുന്നു. ഈ ബോധ്യത്തോടുകൂടി വേണം നമ്മുടെ അനുദിന ജീവിതം നമ്മൾ നയിക്കുവാൻ. അവിടെ തിന്മയുടേതായ അതിപ്രസരമുണ്ടായാൽ അത് ഭാവിയിലും നമ്മളെ നശിപ്പിക്കും. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയും നിങ്ങളെല്ലാവരോടും കൂടി ധാരാളമായിട്ടുണ്ടായിരിക്കട്ടെ, എപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.